ഡിയർ സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ഇന്ത്യൻ ഹിസ്റ്ററി. അതിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഗ്രോത്ത് ഓഫ് പാർലമെൻ്ററി ഡെമോക്രസി എന്ന ഭാഗമാണ്. പാർലമെൻ്ററി ജനാധിപത്യം പലപ്പോഴും ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവൺമെന്റിന്റെ മേല് പാർലമെന്ററി നിയന്ത്രണത്തിന്റെ തുടക്കം 1773 റെഗുലേറ്റിംഗ് ആക്ട് മുഖേനയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ പ്രാദേശിക സംയോജനത്തിന്റെയും ഭരണപരമായ കേന്ദ്രീകരണത്തിന്റെയും പ്രക്രിയ ഈ നിയമത്തിലൂടെ ആരംഭിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. അത് ബംഗാൾ പ്രസിഡൻസിക്ക് ആധിപത്യം നൽകുകയും ബംഗാൾ ഗവർണറെ ഗവർണർ ജനറലായിട്ട് നിയമിക്കുകയും ചെയ്തു. 1833 ചാർട്ടർ ആക്ട് കമ്പനിയുടെ വ്യാപാരാവകാശങ്ങൾ അവസാനിപ്പിക്കുകയും അതിനെ ഇന്ത്യയിലെ കിരീടത്തിന്റെ ഒരു ഭരണപരമായ ഏജൻസി മാത്രമാക്കി മാറ്റുകയും ചെയ്തു. ബംഗാൾ ഗവർണർ ജനറലിനെ പിന്നീട് ഇന്ത്യയുടെ ഗവർണർ ജനറലായിട്ട് നിയമിക്കുകയും ബ്രിട്ടീഷ് ഇന്ത്യ മുഴുവൻ ഭരിക്കാൻ അധികാരം നൽകുകയും ചെയ്തു. ആദ്യമായിട്ട് ഗവർണർ ജനറലിനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നും അദ്ദേഹത്തിന്റെ കൗൺസിൽ ഇന്ത്യൻ കൗൺസിൽ എന്നും അറിയപ്പെട്ടു. ഈ നിയമം ഇന്ത്യയിലെ എല്ലാ ബ്രിട്ടീഷ് പ്രദേശങ്ങൾക്കുമായിട്ട് ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിക്കുകയും കൗൺസിലിന്റെ നിയമനിർമ്മാണ യോഗങ്ങളെ അതിന്റെ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമാക്കിക്കൊണ്ട് സ്ഥാപനപരമായിട്ടുള്ള സ്പെഷ്യലൈസേഷന്റെ ഒരു ഘടകം അവതരിപ്പിക്കുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ ആദ്യമായി അതിന്റെ എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങളിൽ നിന്ന് വേർപെട്ടു. 1853 ചാർട്ടർ ആക്ട് അനുസരിച്ച് ബില്ലുകൾ സാധാരണ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയും സെലക്ട് കമ്മിറ്റികൾക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. കൗൺസിലിലെ ചർച്ചകൾ അതിൻ്റെ നിയമനിർമ്മാണ ശേഷിയിൽ പ്രവർത്തിക്കുമ്പോൾ രേഖാമൂലം അത് വാമൊഴിയായി മാറി. പുതിയ കൗൺസിൽ അതിൻ്റെ കർത്തവ്യങ്ങളെ നിയമനിർമ്മാണത്തിൽ മാത്രം ഒതുക്കാതെ പരാതികൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി സമ്മേളിച്ച പ്രതിനിധി അസംബ്ലിയുടെ ഒരു സൂക്ഷ്മ രൂപത്തിൻ്റെ സ്വഭാവം ഏറ്റെടുക്കാൻ തുടങ്ങി. ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം ശരിയായ ഒരു പ്രതിനിധി ഗവൺമെന്റ് സ്ഥാപിക്കുന്നതിനുള്ള പ്രക്രിയയെ ത്വരിതപ്പെടുത്തി. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വഴി ബ്രിട്ടീഷുകാർ ആദ്യമായി കൗൺസിൽ അനൗദ്യോഗിക പങ്കാളിത്തം ആരംഭിച്ചു. ഗവർണർ ജനറലിന് തന്റെ കൗൺസിലിലേക്ക് 6-ൽ കുറയാത്തതോ 12-ൽ കൂടുതലോ അല്ലാത്ത അധിക അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ അധികാരമുണ്ട്. അവരിൽ പകുതിയോളം പേര് നോൺ ഉദ്യോഗസ്ഥരായിരിക്കണം. കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരെ വൈസ്രോയി നാമനിർദ്ദേശം ചെയ്യാൻ തുടങ്ങി. അവരിലെ ഭൂരിഭാഗവും ഭരിക്കുന്ന രാജകുമാരന്മാരോ തലവന്മാരോ സമ്പന്നരായ ജമീന്ദാർ കുടുംബങ്ങളോ ആയിരുന്നുവെങ്കിലും ബ്രിട്ടീഷ് സിംഹാസനത്തോടുള്ള വിശ്വസ്തയുടെ ആഹ്വാനപ്രകാരം ഇന്ത്യക്കാർക്ക് ഒരുതരം പ്രാതിനിധ്യം നൽകുന്നത് ഇതാദ്യമായിരുന്നു. എന്നിരുന്നാലും ഇന്ത്യക്കാരുടെ പല ഉന്നത വൃത്തങ്ങളിലും ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തുന്നതിനെതിരെ വ്യാപകമായ എതിർപ്പുണ്ടായി. സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ് മോഹൻ ബോസും ചേർന്ന് 1883 കൊൽക്കട്ടയിൽ വെച്ച് ഇൽബർട്ട് ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം ആദ്യത്തെ ദേശീയ സമ്മേളനം സംഘടിപ്പിച്ചു. ഈ സമ്മേളനത്തിൽ ബാനർജിയും ബോസും ഒരു ദേശീയ ഇന്ത്യൻ പാർലമെന്റ് രൂപീകരണത്തിന് വിത്തുപാകി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം ബോംബെയിൽ വെച്ച് നടന്നു. അത് ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കായിട്ട് ഒരു പ്രമേയം പാസാക്കി. 1892 ഇന്ത്യൻ കൗൺസിൽ നിയമം കേന്ദ്ര പ്രവിശ്യ കൗൺസിലുകൾക്ക് സാമ്പത്തിക അവകാശങ്ങളോ അതുപോലെ തന്നെ പ്രത്യേക അവകാശങ്ങളോ ചില വ്യവസ്ഥകളിൽ ആദ്യമായിട്ട് ബജറ്റ് ചർച്ച ചെയ്യാനുള്ള അവകാശങ്ങളോ അനുവദിച്ചു. എന്നിരുന്നാലും കൗൺസിൽ അംഗങ്ങൾക്ക് ഇപ്പോഴും ഏതെങ്കിലും പ്രമേയം സമർപ്പിക്കാനോ നിർദ്ദേശിക്കാനോ ഏതെങ്കിലും സാമ്പത്തിക ചർച്ചയുമായി ബന്ധപ്പെട്ട് കൗൺസിലിനെ വിഭജിക്കാനോ അധികാരമില്ല. 1909 നിയമം എല്ലാ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലും ഔദ്യോഗികമല്ലാത്ത ബ്രിട്ടീഷ് ഇതര ഭൂരിപക്ഷം സൃഷ്ടിച്ചെങ്കിലും സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഔദ്യോഗിക ഭൂരിപക്ഷം നിലനിർത്തി. മണ്ഡലങ്ങൾ ചെറുതായിരുന്നു. അവയിൽ ഏറ്റവും വലുത് 630 പേർ മാത്രമായിരുന്നു. എന്നിരുന്നാലും സെൻട്രൽ കൗൺസിലിൽ തിരഞ്ഞെടുക്കപ്പെട്ട 27 അംഗങ്ങളിൽ 9 പേർ മാത്രമാണ് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിച്ചിരുന്നത്. 1909 നിയമം ആദ്യമായി കൗൺസിൽ അംഗങ്ങൾക്ക് പൊതു താല്പര്യമുള്ള ഏത് വിഷയത്തിലും പ്രമേയങ്ങൾ അവതരിപ്പിക്കാനും കൗൺസിൽ വിഭജിക്കാനും അധികാരം നൽകി. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഡയാർക്കി എന്ന സമ്പ്രദായം നിലവിൽ വന്നത്.
ഈ നിയമം ഫലപ്രദമായും വിശാലമായും കേന്ദ്രവും പ്രവിശ്യയും തമ്മിലുള്ള അധികാര വിഭജനത്തിന് തുടക്കമിട്ടു. ഈ സമ്പ്രദായം 8 പ്രവിശ്യകളിൽ ഓരോന്നിനും ഇരട്ട രൂപത്തിലുള്ള ഭരണം സ്ഥാപിച്ചു. കൈമാറ്റം ചെയ്യപ്പെട്ട പട്ടിക എന്ന് വിളിക്കപ്പെടുന്ന ഗവൺമെന്റിന്റെ ചില മേഖലകളുടെ നിയന്ത്രണം പ്രവിശ്യ കൗൺസിലിന് ഉത്തരവാദികളായ ഇന്ത്യൻ മന്ത്രിമാരുടെ ഒരു ഗവൺമെന്റിന് നൽകി. അതേസമയം സർക്കാരിന്റെ മറ്റെല്ലാ മേഖലകളും വൈസ്രോയുടെ നിയന്ത്രണത്തിൽ തുടർന്നു. സംവരണ പട്ടികയിൽ പ്രതിരോധം, വിദേശകാര്യം, ആശയവിനിമയം എന്നിവ ഉൾപ്പെടുന്നുണ്ട്. കൃഷി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽനോട്ടം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെട്ടതാണ് കൈമാറ്റം ചെയ്യപ്പെട്ട പട്ടിക. 1919 നിയമപ്രകാരം ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വിപുലീകരിക്കുകയും ഒരു ദ്വിസഭ നിയമനിർമ്മാണം അവതരിപ്പിക്കുകയും ചെയ്തു. 144 അംഗങ്ങളുടെ നിയമസഭയായിരുന്നു അധോസഭ. അതിൽ 104 പേർ തിരഞ്ഞെടുക്കപ്പെടുകയും 40 പേരെ 3 വർഷത്തേക്ക് നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു. തെരഞ്ഞെടുക്കപ്പെട്ട 34 അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 26 അംഗങ്ങളും 5 വർഷത്തെ കാലാവധിയും അടങ്ങുന്ന കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു ഉപരിസഭ എന്ന് പറഞ്ഞാൽ. 1919 നിയമം ഭരണപരമായ വിഷയങ്ങളെ കേന്ദ്ര, പ്രവിശ്യ എന്നിങ്ങനെ തരംതിരിക്കാനും പ്രാദേശിക സർക്കാരുകൾക്ക് പ്രവിശ്യ വിഷയങ്ങളുടെ കാര്യത്തിൽ അധികാരം വിഭജിക്കാനും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ആ സർക്കാരുകൾക്കുള്ള വരുമാനവും മറ്റു പണവും അനുവദിക്കുന്നതിനും ഇത് ശുപാർശ ചെയ്തു. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ജനാധിപത്യത്തിന്റെ പാർലമെന്ററി രൂപമായിട്ട് പരിണമിച്ചു. 3 അവയവങ്ങൾ തമ്മിലുള്ള വ്യക്തമായ വിഭജനം, അതായത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിങ്ങനെയുള്ള വിഭജനം സാധ്യമായി. പാർലമെന്റിന്റെ ആത്മവിശ്വാസം കൽപ്പിക്കാനുള്ള കഴിവിൽ നിന്നാണ് എക്സിക്യൂട്ടീവിന് അതിന്റെ ജനാധിപത്യ നിയമസാധുത ലഭിക്കുന്നത്. അതിന് ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ പാർലമെന്ററി സംവിധാനത്തിൽ രാഷ്ട്രത്തലവൻ, ഇന്ത്യയുടെ രാഷ്ട്രപതി, ഗവൺമെന്റ് തലവനായ പ്രധാനമന്ത്രിയിൽ നിന്ന് വ്യത്യസ്തനായ വ്യക്തിയാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ പരമോന്നത നിയമനിർമ്മാണ സ്ഥാപനമാണ് ഇന്ത്യൻ പാർലമെന്റ്. ഇത് ഇന്ത്യയുടെ രാഷ്ട്രപതിയും 2 സഭകളും ചേർന്ന് ഒരു ദ്വിസഭ നിയമസഭയാണ്. രാജ്യസഭ ഉപരിസഭയായിട്ടും ലോകസഭ അധോസഭയായിട്ടും പ്രവർത്തിക്കുന്നു. ഉപരിസഭയുടെ തലവന് രാഷ്ട്രപതിയും അധോസഭയുടെ തലവന് പ്രധാനമന്ത്രിയുമാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം മാത്രമേ പ്രസിഡന്റിന് ഈ അധികാരങ്ങൾ പ്രയോഗിക്കാൻ കഴിയുകയുള്ളൂ. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം മാത്രമേ പ്രസിഡന്റിന് ഈ അധികാരങ്ങൾ പ്രയോഗിക്കാൻ കഴിയൂ. ശാസ്ത്രം, സംസ്കാരം, കല, ചരിത്രം എന്നീ മേഖലകളിലെ വൈദഗ്ധ്യമുള്ള 12 നാമനിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ലോകസഭയിൽ 543 രാജ്യസഭയിൽ 245 അംഗബലം പാർലമെന്റിനുണ്ട്. ഒരു സ്വതന്ത്ര വിദേശ നയം പിന്തുടരാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ 1947 ശേഷമുള്ള രാഷ്ട്രീയത്തിന്റെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു. അതിന്റെ നീണ്ട ചരിത്രത്തിന്റെയും സമീപ ഭൂതകാലത്തിന്റെയും ഒരു ഉൽപ്പന്നം ഈ നയം വളരെയധികം സ്ഥിരതയും തുടർച്ചയും കൊണ്ട് അടയാളപ്പെടുത്തി. ജവഹർലാൽ നെഹ്റുവും സഹപ്രവർത്തകരും സ്വന്തം സ്വരത്തിൽ സംസാരിക്കാനുള്ള അവകാശം ഇന്ത്യക്ക് കാംക്ഷിക്കാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞു. കൊളോണിയൽ നുഖത്തിൽ നിന്ന് ഇന്ത്യ അടുത്തിടെ നേടിയെടുത്ത സ്വാതന്ത്ര്യവും അന്തർദേശീയ രംഗത്ത് ആവിഷ്കരിച്ചില്ലെങ്കിൽ അർത്ഥശൂന്യമായിരിക്കും. ചേരിചേരാ പ്രസ്ഥാനത്തിലൂടെ ഈ ശബ്ദത്തിന് ചേരിചേരാ ആശയത്തിന്റെയും സംഘടനാ യോജിപ്പിന്റെയും രൂപത്തിൽ അതിനെ പ്രകടിപ്പിച്ചത് നെഹ്റുവാണ്. ഈ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവം നടന്നത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് 2 ശത്രുതാ ഗ്രൂപ്പുകളായി വിഭജിക്കപ്പെട്ടു. ദരിദ്രരായ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾക്ക് വൻ ശക്തികളുടെ സൈനിക സംഘങ്ങൾ ചേരാനുള്ള പ്രലോഭനത്തിന് വീണാൽ അവർക്ക് കാര്യമായിട്ടൊന്നും നേടാൻ കഴിയില്ല, അവർക്കെല്ലാം നഷ്ടപ്പെടുമെന്നായിരുന്നു നെഹ്റുവിന്റെ ധാരണ. അവർക്ക് യാതൊരു പ്രസക്തിയുമില്ലാത്ത അധികാരത്തിലുള്ള മത്സരങ്ങളിൽ അവര് പണയക്കാരായി ഉപയോഗിക്കപ്പെടുമെന്ന് നെഹ്റു ഭയപ്പെട്ടു. ദാരിദ്ര്യത്തോടും നിരക്ഷരതയോടും രോഗത്തോടും പോരാടുക എന്നതായിരുന്നു അവരുടെ ആവശ്യങ്ങൾ. സൈനിക സംഘങ്ങളിൽ ചേരുന്നതിലൂടെ ഇവ നിറവേറ്റാൻ കഴിഞ്ഞില്ല. അവരുടെ താല്പര്യങ്ങൾ യുദ്ധത്തിന്റെയോ ശത്രുതയുടെയോ അല്ല, സമാധാനത്തിന്റെ മേഖല വികസിപ്പിക്കുന്നതിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ബാഗ്ദാദ് ഉടമ്പടി, മനില ഉടമ്പടി, സീറ്റോ, സെന്റോ എന്നിവയിൽ ചേരുകയോ അംഗീകരിക്കുകയോ ചെയ്തില്ല. ഇത് പടിഞ്ഞാറൻ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെ പടിഞ്ഞാറൻ ശക്തി ഗ്രൂപ്പിലേക്ക് ചേർത്തു. ഇന്ത്യ കേവലം നിഷ്പക്ഷമായിട്ട് നിന്നു, അല്ലെങ്കിൽ സൈനിക സംഘങ്ങളിൽ നിന്ന് വിട്ടുനിന്നു. ചേരാതെ എന്നാൽ ഓരോ വിഷയവും അതിന്റെ മെറിറ്റിനനുസരിച്ച് തീരുമാനിക്കാനും ശരിയും തെറ്റും തൂക്കി നോക്കാനും ശരിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാനുമുള്ള സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് ഒരു ചേരിയിലും ചേരാതെ മാറി നിൽക്കുക എന്നതല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ശരിയും തെറ്റും നോക്കി അതിനനുസരിച്ച് അനുകൂല നിലപാട് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥമാക്കുന്നത്.
കൊളോണിയലിസത്തിൽ നിന്നും സാമ്രാജ്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം നിലനിർത്താനും ശക്തിപ്പെടുത്താനുമുള്ള ഇന്ത്യയുടെയും മറ്റു പുതുതായി സ്വതന്ത്രരായ രാഷ്ട്രങ്ങളുടെയും പോരാട്ടത്തിന്റെ പ്രതീകമായാണ് ചേരിചേരായ്മ വന്നത്. മറ്റു മുൻ കോളനികൾക്ക് ഇന്ത്യ ഇക്കാര്യത്തിൽ മുൻതൂക്കം നൽകി. ഈ രാഷ്ട്രങ്ങൾ വളരെയധികം സഹകരണത്തോടെ പ്രവർത്തിച്ചു. ഇങ്ങനെ അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ജനാധിപത്യവൽക്കരണ പ്രക്രിയ പുരോഗമിച്ചു. കൊളോണിയലിസത്തിനെതിരായ പോരാട്ടത്തിൽ കൊളോണിയൽ രാജ്യങ്ങൾക്ക് പിന്തുണ നൽകുക എന്നത് ഇന്ത്യൻ വിദേശ നയത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമാണ്. ചേരിചേരാ നയം നന്നായിട്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ശ്രമിച്ചു. വ്യത്യസ്ത ആശയങ്ങളും വ്യത്യസ്ത സംവിധാനങ്ങളുമുള്ള രാജ്യങ്ങളുടെ സമാധാനപരമായ സഹവർത്തിത്വം അനിവാര്യമാണെന്നും സത്യത്തിൽ ആർക്കും കുത്തകയില്ലെന്നും ബഹുസ്വരത ഒരു ജീവിത വസ്തുതയാണെന്നും നെഹ്റു നിരന്തരം ഊന്നി പറഞ്ഞു. ഇതിനായി രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെ അല്ലെങ്കിൽ പഞ്ചശീലത്തിന്റെ 5 തത്വങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. പരസ്പരം പ്രാദേശികമായ സമഗ്രതയോടും പരമാധികാരത്തോടുമുള്ള ബഹുമാനം, ആക്രമണമില്ലായ്മ, പരസ്പരം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കൽ, സമത്വവും പരസ്പര പ്രയോജനവും, സമാധാനപരമായ സഹവർത്തിത്വം ഇവയായിരുന്നു അവ. ബൽഗ്രേഡിൽ ആണവ നിരായുധീകരണത്തിനും സമാധാനത്തിനും ആഹ്വാനം ചെയ്യാൻ 1961 ഈജിപ്തിലെ നാസറിനും യൂഗോസ്ലാവിയയിലെ ടിറ്റോയ്ക്കുമൊപ്പം നിന്നതാണ് നെഹ്റുവിന്റെ ശ്രമങ്ങളുടെ പരകോടിയിലെത്തിയ ഒരു സംഭവം. ഇന്ത്യൻ സാമ്പത്തിക താൽപര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ഇന്ത്യ സ്വയം തെരഞ്ഞെടുത്ത പാതയിൽ ഇന്ത്യയെ സുഗമമാക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇന്ത്യൻ വിദേശ നയത്തിന്റെ ലക്ഷ്യം. ഇന്ത്യയെ ഏതെങ്കിലും ഒരു കൂട്ടവുമായി ബന്ധിപ്പിക്കാതെ വിഭജനത്തിന്റെ ഇരുവശത്തുള്ള രാജ്യങ്ങളുമായി അവർക്ക് ആവശ്യമുള്ളപ്പോൾ സാമ്പത്തിക ബന്ധം വികസിപ്പിക്കാൻ ഇന്ത്യയെ പ്രാപ്തയാക്കി. ഇന്ത്യക്ക് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് മൂലധനവും സാങ്കേതിക വിദ്യയും യന്ത്രങ്ങളും ഭക്ഷണവും ആവശ്യമായിരുന്നു. വിശേഷിച്ചും 1954 ശേഷം ഇന്ത്യയുടെ പൊതുമേഖലാ വ്യവസായങ്ങൾ കെട്ടിപ്പടുക്കാൻ സോവിയറ്റ് യൂണിയനെ ഇന്ത്യ ആശ്രയിച്ചു. ഈ ഒരു കാര്യത്തിൽ അമേരിക്ക വിമുഖത കാണിച്ചിരുന്നു. പ്രത്യയശാസ്ത്രപരമായ വിഭജനത്തിലുടനീളം ഇന്ത്യ തന്റെ വല വിരിച്ചു. നെഹ്റുവിന്റെ കാലഘട്ടങ്ങളിൽ മാത്രം ഇന്ത്യ എയർഫോഴ്സിന് വേണ്ടി ഫ്രാൻസിൽ നിന്ന് 104 തുഫാനി വിമാനങ്ങളും UK-യിൽ നിന്ന് 182 ഹണ്ടേഴ്സും 80 ക്യാൻബറാസും ഫ്രാൻസിൽ നിന്ന് 110 മിസ്റ്റേഴ്സും സോവിയറ്റ് യൂണിയനിൽ നിന്ന് 16 AN-12കളും 26 MI-4 ഹെലികോപ്റ്ററുകളും വാങ്ങി. US-ൽ നിന്നുള്ള 55 ഹെയർ ചൈൽഡ് പാക്കറ്റുകൾ, 230 വാമ്പയർ വിമാനങ്ങൾ UK-യുടെ ലൈസൻസിന് കീഴിൽ ഇന്ത്യയിൽ നിർമ്മിച്ചു. നാവികസേനയും കരസേനയും സമാനമായ രീതിയിൽ വാങ്ങിയിരുന്നു. കൂടാതെ പ്രതിരോധ ഉൽപാദന അടിത്തറ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ലൈസൻസുകൾ നേടുകയും ചെയ്തു. UK-യിൽ നിന്നുള്ള ഗ്നാട്ട് ഇന്റർസെപ്റ്റർ വിമാനം, UK-യിൽ നിന്നുള്ള HS-748 ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ, ഫ്രാൻസിൽ നിന്നുള്ള അലൗട്ട് ഹെലികോപ്റ്ററുകൾ, സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള MiG ഇന്റർസെപ്റ്ററുകൾ, സ്വീഡനിൽ നിന്നുള്ള L-70 ആന്റി എയർക്രാഫ്റ്റ് തോക്കുകൾ, UK-യിൽ നിന്നുള്ള വിജയാന്ത ടാങ്കുകൾ, ജർമ്മനിയിൽ നിന്നുള്ള ശക്തിമാൻ ട്രക്കുകൾ, ജപ്പാനിൽ നിന്നുള്ള നിസാൻ 1 ടൺ ട്രക്ക്, ജോങ്ക ജീപ്പുകൾ, ഫ്രാൻസിൽ നിന്നുള്ള ബ്രാൻഡ് മോർട്ടാർ, US-ൽ നിന്നുള്ള 106 mm റീകോയിലൻസ് തോക്കുകൾ, UK-യിൽ നിന്നുള്ള സ്റ്റെർലിംഗ് കാർബൈനുകൾ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സെറ്റുകൾ ഇവയെല്ലാം നിർമ്മിക്കാനുള്ള ലൈസൻസ് വാങ്ങിയിരുന്നു. നിരവധി രാജ്യങ്ങളുമായിട്ട് വേണ്ടത്ര സൗഹൃദ ബന്ധം നിലനിർത്തുന്നതിൽ ഇന്ത്യ വിജയിച്ചതായിട്ട് പ്രതിരോധ ഉപകരണങ്ങൾ മാത്രം നേടിയ വിവിധ സ്രോതസ്സുകൾ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് റിലേഷൻ വിത്ത് നൈബേഴ്സ് എന്ന ഭാഗമാണ്. ഇന്ത്യയുടെ അയൽക്കാരുമായുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഭാഗ്യവശാൽ 1962 വരെ പാകിസ്ഥാൻ ഒഴികെ എല്ലാ അയൽക്കാരുമായും അവർ നല്ല ബന്ധത്തിലായിരുന്നു. നേപ്പാളുമായി 1950 സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും ഉടമ്പടി ഒപ്പുവെച്ചു. ഇത് ഇന്ത്യയിലുടനീളമുള്ള വാണിജ്യ ഗതാഗതത്തിന് അനിയന്ത്രിതമായുള്ള പ്രവേശനം നൽകുകയും ഇരു രാജ്യങ്ങളെയും പരസ്പരം ഉത്തരവാദിത്തമുള്ളവരാക്കി നേപ്പാളിന്റെ സമ്പൂർണ്ണ പരമാധികാരം ഉറപ്പാക്കുകയും ചെയ്തു. ബർമയുമായും ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ പ്രശ്നവും നീണ്ട അജ്ഞാത അതിർത്തിയും രമ്യമായി പരിഹരിക്കപ്പെട്ടു.
ശ്രീലങ്കയിലെ തമിഴ് കുടിയേറ്റക്കാരുടെ പ്രശ്നം പരിഹരിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. പിരിമുറുക്കം നിലനിന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ കാലയളവിൽ അത് പൊട്ടിപ്പുറപ്പെട്ടില്ല. അല്ലാത്ത പക്ഷം സൗഹാർദ്ദപരമായ ബന്ധം നിലനിർത്തി. എന്നിരുന്നാലും പാകിസ്ഥാനുമായും പിന്നീടുള്ള വർഷങ്ങളിൽ ചൈനയുമായും ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. ബർമയുമായും ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ പ്രശ്നവും നീണ്ടുനിന്ന അജ്ഞാത അതിർത്തിയും രമ്യമായി പരിഹരിക്കപ്പെട്ടു. ശ്രീലങ്കയിലെ തമിഴ് കുടിയേറ്റക്കാരുമായുള്ള പ്രശ്നം പരിഹരിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. ആ ഒരു പിരിമുറുക്കം വീണ്ടും നിലനിന്നു. എന്നാൽ ഈ കാലയളവിൽ അത് പൊട്ടിപ്പുറപ്പെട്ടിരുന്നില്ല. അല്ലാത്ത പക്ഷം സൗഹാർദ്ദപരമായ ബന്ധം നിലനിർത്തി. എന്നിരുന്നാലും പാകിസ്ഥാനുമായും പിന്നീടുള്ള വർഷങ്ങളിൽ ചൈനയുമായും ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. അവരുമായുള്ള ബന്ധം ഏത് രീതിയിലായിരുന്നു എന്ന് നമുക്ക് നോക്കാം. പാകിസ്ഥാൻ ആൻഡ് കാശ്മീർ പ്രോബ്ലം. നെഹ്റുവും കോൺഗ്രസ് നേതാക്കളും ഇന്ത്യൻ വിഭജനത്തിന് മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചത് പരിഹരിക്കാനാകാത്ത ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം എന്ന നിലയിലും ശത്രുത അവസാനിപ്പിക്കുമെന്ന പ്രതീക്ഷയിലുമായിരുന്നു. പക്ഷേ വാസ്തവത്തിൽ ഈ ശത്രുത അന്താരാഷ്ട്ര മണ്ഡലങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. അഭൂതപൂർവമായ തോതിലുള്ള വർഗീയ കലാപങ്ങളും ജനസംഖ്യാ കൈമാറ്റങ്ങളും ബന്ധങ്ങൾ വഷളാക്കിയെങ്കിലും 1947 ഒക്ടോബറിന് കാശ്മീരിലെ പാകിസ്ഥാൻ അധിനിവേശം സ്വാതന്ത്ര്യം നേടി. 2 മാസത്തിന് ശേഷം ഇരുവരും തമ്മിൽ രക്തച്ചൊരിച്ചിലിൻ്റെ ഒരു ശൃംഖല അഴിച്ചുവിട്ടു. കാശ്മീരിൻ്റെ ഇന്ത്യയിലേക്കുള്ള പ്രവേശനം പ്രശ്നകരമായ ഒന്നായിരുന്നു. ബ്രിട്ടീഷുകാർ പോയപ്പോൾ മിക്ക ഇന്ത്യൻ സംസ്ഥാനങ്ങളും പരോക്ഷമായി ബ്രിട്ടീഷുകാർ ഭരിച്ചുവെങ്കിലും നാമമാത്രമായി ഇന്ത്യൻ രാജകുമാരന്മാർ ഇന്ത്യയുമായോ പാകിസ്ഥാനുമായോ ചേർന്നിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഏറെക്കുറെ പ്രോത്സാഹിപ്പിച്ച ബാൽക്കനൈസേഷൻ്റെ യഥാർത്ഥ അപകടം ഒഴിവാക്കപ്പെട്ടു. ബ്രിട്ടീഷ് ഓഫീസർമാരും പാകിസ്ഥാനും പ്രോത്സാഹിപ്പിച്ച ഏതാനും സംസ്ഥാനങ്ങൾ, അതായത് ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ എന്നിവ സ്വാതന്ത്ര്യത്തിൻ്റെ അഭിലാഷങ്ങൾ കുറച്ചുകാലം നിലനിർത്തി. എന്നാൽ കാശ്മീരിൻ്റെ പാകിസ്ഥാനുമായിട്ട് അതിർത്തി ഉണ്ടായിരുന്നു. ഭൂരിപക്ഷം മുസ്ലിം ജനസംഖ്യ, ഒരു ഹിന്ദു ഭരണാധികാരി, ഷെയ്ഖ് അബ്ദുള്ളയുടെയും നാഷണൽ കോൺഫറൻസിൻ്റെയും നേതൃത്വത്തിൽ ജനാധിപത്യത്തിനായുള്ള ഒരു സമൂലമായ ജനകീയ പ്രസ്ഥാനം. ഇത്തരമൊരു സന്ദർഭത്തിൽ അവസാനിക്കാത്ത പ്രശ്നങ്ങൾ രൂപപ്പെടാൻ ഇതെല്ലാം മതിയായിരുന്നു. മഹാരാജാവ് തൻ്റെ അഭ്യർത്ഥന പാകിസ്ഥാൻ ഔപചാരികമായി അംഗീകരിച്ചു. ഇന്ത്യ ഇതുവരെ മറുപടി നൽകിയിട്ടില്ലെങ്കിലും ജനങ്ങളുടെ ആഗ്രഹം ഒരു തിരഞ്ഞെടുപ്പിലൂടെ ഉറപ്പാക്കണം. അതിനാൽ തെരഞ്ഞെടുപ്പ് വിധിക്കായിട്ട് കാത്തിരിക്കാനും അംഗീകരിക്കാനും തയ്യാറായിരുന്നു എന്നതായിരുന്നു ഇന്ത്യയുടെ നിലപാട്. എന്നിരുന്നാലും കാശ്മീരിലെ ജനവിധി തങ്ങൾക്ക് അനുകൂലമാകാൻ സാധ്യതയില്ലെന്ന് വ്യക്തമായി. ആശങ്കാകുലരായ പാകിസ്ഥാൻ തോക്കെടുത്ത് ചാടാൻ തീരുമാനിക്കുകയും സാധാരണ സായുധ സേനയുടെ സഹായത്തോടെ അതിർത്തി പ്രവിശ്യയിൽ നിന്ന് ഗോത്രവർഗ്ഗക്കാരെന്ന് വിളിക്കപ്പെടുന്നവരെ ആക്രമിക്കാൻ അയക്കുകയും ചെയ്തു. മഹാരാജാവ് ഇന്ത്യയോട് സഹായത്തിനായിട്ട് അഭ്യർത്ഥിച്ചു. എന്നാൽ കാശ്മീർ ഇന്ത്യയിലേക്ക് ലയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് അവരുടെ സൈന്യത്തെ അയക്കാൻ കഴിയൂ എന്ന് മഹാരാജാവ് പറഞ്ഞു. ശേഷം ഒരു ഉടമ്പടിയോടുകൂടി കാശ്മീർ ഇന്ത്യയിൽ ലയിച്ചു ചേർന്നു. അധിനിവേശക്കാരുടെ കയ്യിൽ വീഴാതെ തലസ്ഥാന നഗരത്തെ രക്ഷിക്കാൻ കൃത്യസമയത്ത് ഇന്ത്യൻ സൈന്യം ശ്രീനഗറിലെത്തി. പാകിസ്ഥാൻ സ്വയം സേവകരെ ഇന്ത്യ പിന്തിരിപ്പിക്കുകയും പാക് ആക്രമണത്തിനെതിരെ UN-ൽ പരാതി നൽകുകയും ചെയ്തു. അവിടെ നീതി ലഭിക്കുന്നതിന് പകരം ഇന്ത്യ ശീതയുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ആദ്യപാഠം പഠിച്ചു. കോൺഗ്രസിനോടും ഇന്ത്യയോടും നീരസവും മുസ്ലിം ലീഗിനോടും പാകിസ്ഥാനോടും ഇഷ്ടവും വളർത്തിയ ബ്രിട്ടീഷുകാർ പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിച്ചു. കൂടാതെ USSRനെതിരായ മുൻനിര രാഷ്ട്രമായി പാകിസ്ഥാൻ വേണമെന്ന തന്ത്രപരമായ കാരണങ്ങളാലും അമേരിക്കയും പാകിസ്ഥാന്റെ പിന്നിൽ അണിനിരന്നു. ഇന്ത്യ ഇനി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഓടുന്ന നായയാണോ എന്ന് സോവിയറ്റ് യൂണിയൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അതിനാൽ അത് പിന്തുണ നൽകിയില്ല. എന്നിരുന്നാലും സൈനിക സാഹചര്യം അവർക്ക് അനുകൂലമായിരുന്നെങ്കിലും വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN പ്രമേയം ഇന്ത്യ യഥാവിധി അംഗീകരിച്ചു. പിന്നീട് UN-ൽ പോയതിനും ജനഹിത പരിശോധന നടത്താമെന്ന വാഗ്ദാനത്തിനും നെഹ്റു ഏറെ വിമർശിക്കപ്പെട്ടു. എന്നാൽ ഒരു വിമർശനത്തിനും നിൽക്കില്ല. കാരണം ഇന്ത്യ ഇല്ലായിരുന്നുവെങ്കിൽ പാകിസ്ഥാനിന് UN-ൽ പോകാമായിരുന്നു. കൂടാതെ ഒരു ഹിതപരിശോധന നടത്താൻ UN-ന് ആവശ്യപ്പെടാമായിരുന്നു. 1948 ഓഗസ്റ്റിലെ UN പ്രമേയം അനുസരിച്ച് ഒരു ജനഹിത പരിശോധന നടത്താൻ 2 മുൻവ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. ഇത് മനസ്സിലാവാതെ ഇന്ത്യ ഒരു ഹിതപരിശോധന നടത്താൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇന്ത്യ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടു. 1. ജമ്മു കാശ്മീർ സംസ്ഥാനത്ത് നിന്ന് പാകിസ്ഥാൻ സൈന്യത്തെ പിൻവലിക്കണം. 2. ശ്രീനഗർ ഭരണകൂടത്തിൻ്റെ അധികാരം മുഴുവൻ സംസ്ഥാനത്തും പുനഃസ്ഥാപിക്കണം. ഈ വ്യവസ്ഥകൾ ഒരിക്കലും പാലിക്കപ്പെട്ടില്ല. അതിനിടയിൽ കാശ്മീർ അതിൻ്റെ ഭരണഘടനാ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തി. അത് ഇന്ത്യയിലേക്കുള്ള പ്രവേശനത്തിന് വോട്ട് ചെയ്തു.
ഭരണഘടനാ അസംബ്ലിയുടെ വോട്ട് പ്ലെബിസൈറ്റിന് മതിയായ പകരമാണെന്ന നിലപാടാണ് ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. കാശ്മീർ പിന്നീട് ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കുകയും സ്വന്തം സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ നടത്തുകയും ചെയ്തു. അങ്ങനെ ജനഹിത പരിശോധനയെക്കുറിച്ചുള്ള ചർച്ച അപ്രസക്തമായി. എന്തായാലും എല്ലാ മുസ്ലിങ്ങളും സ്വാഭാവികമായും മുസ്ലിം ലീഗിനോട് വിധേയത്വമുള്ളവരാണെന്നും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെല്ലാം പാകിസ്ഥാൻ്റേതാണെന്നും ഉള്ള ദ്വിരാഷ്ട്ര സിദ്ധാന്തം ഇന്ത്യ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. 1953-54 കാലഘട്ടത്തിൽ കാശ്മീർ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് തോന്നിയ ഒരു ചെറിയ കാലയളവുണ്ടായിരുന്നു. 1953 മുഹമ്മദ് അലി ബോഗ്ര പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹവും നെഹ്റുവും തമ്മിലുള്ള സൗഹാർദ്ദപരമായ സന്ദർശനത്തെ തുടർന്ന് ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. 1953 ഓഗസ്റ്റ് 20 ഒരു സംയുക്ത കമ്മ്യൂണിക്ക് പുറപ്പെടുവിച്ചു. കാശ്മീരിലെ ഒരു ജനഹിത പരിശോധന നടത്താൻ നെഹ്റു സമ്മതിച്ചതായിട്ട് പ്രസ്താവിച്ചു. എന്നാൽ ശീതയുദ്ധ രാഷ്ട്രീയത്തിന്റെ സാഹചര്യം കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രതീക്ഷകൾ അണഞ്ഞു. ഇന്ത്യൻ ചേരിതിരിവ് അധാർമികമാണെന്നും പാകിസ്ഥാന് സൈനിക സഹായം നൽകണമെന്നും കൊറിയയ്ക്ക് പിന്നാലെ അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. UN സെക്യൂരിറ്റി കൗൺസിൽ ഒരു ചെറിയ അയൽ രാജ്യത്തു നിന്നുള്ള ഒരാളെ പ്ലെബിസൈറ്റ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഇന്ത്യ ആഗ്രഹിച്ചപ്പോൾ നിർദ്ദേശിക്കപ്പെട്ട പേർ മുതിർന്ന US സർവീസ് ഓഫീസറായ അഡ്മിറൽ നിമിസ്റ്റിൻ്റേതായിരുന്നു. ഒത്തുതീർപ്പിനുള്ള അവസാന അവസരവും ഇല്ലാതായി. UN-ൽ ഇന്ത്യയെ സൂചിപ്പിക്കാൻ കാശ്മീർ വിഷയം തുടർന്നും ഉപയോഗിച്ചു. സെൻഡർ, സീറ്റോ, ബാഗ്ദാദ് ഉടമ്പടി എന്നിവയിലൂടെ UN-ൽ ഇന്ത്യയെ സൂചിപ്പിക്കാൻ കാശ്മീർ വിഷയം തുടർന്നും ഉപയോഗിച്ചു. 1954 US-ഉമായുള്ള സൈനിക ഉടമ്പടി, സെൻഡർ, സീറ്റോ, ബാഗ്ദാദ് ഉടമ്പടി എന്നിവയുടെ അംഗത്വത്തിലൂടെ US ഭരിക്കുന്ന പാശ്ചാത്യ സഖ്യ സംവിധാനത്തിലേക്ക് പാകിസ്ഥാൻ കൂടുതൽ സംയോജിപ്പിച്ചപ്പോൾ US ഗെയിം കളിക്കാൻ ഇന്ത്യ വ്യക്തമായി വിസമ്മതിക്കുകയും പാകിസ്ഥാൻ കൂടുതൽ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തിന് മുമ്പും മുസ്ലിം ലീഗ് സന്തോഷത്തോടെ ബ്രിട്ടീഷ് കളി കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടുണ്ടായിരുന്ന പാകിസ്ഥാൻ US ലയം ചെയ്തു. കോൺഗ്രസ് സാമ്രാജ്യത്വ വിരുദ്ധ പാരമ്പര്യം തുടർന്നു. ഈ സാഹചര്യത്തിൽ കാശ്മീരിന് പരിഹാരം കാണാൻ ഒരു അത്ഭുതം ആവശ്യമാണ്. ഇന്ത്യൻ ചേരിചേരായ്മയുടെ മൂല്യം സോവിയറ്റ് യൂണിയൻ മനസ്സിലാക്കാൻ തുടങ്ങുകയും കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയെ പരസ്യമായിട്ട് പിന്തുണയ്ക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യക്ക് ആശ്വാസമായി മാറി. 1956 മുതൽ സോവിയറ്റ് യൂണിയൻ US സെക്യൂരിറ്റി കൗൺസിലിലെ വീറ്റോ അധികാരം ഉപയോഗിച്ച് ഇന്ത്യക്ക് സ്വീകാര്യമല്ലാത്ത കാശ്മീർ സംബന്ധിച്ച എല്ലാ പ്രമേയങ്ങളും പരാജയപ്പെടുത്തി. 50കളുടെ മധ്യത്തിലും 50കളുടെ അവസാനത്തിലും 60കളുടെ തുടക്കത്തിലും സോവിയറ്റ് പിന്തുണയോടെ കാശ്മീർ വിഷയത്തിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം തടയാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. എന്നാൽ 1962 ചൈനീസ് ആക്രമണം സഹായത്തിനായി പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് തിരിയാൻ ഇന്ത്യയെ നിർബന്ധിതയാക്കി. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സമ്മർദ്ദത്തെ ചെറുക്കാൻ ഇന്ത്യക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ബന്ധത്തിന്റെ മറ്റെല്ലാ പ്രകോപനങ്ങളും നീക്കം ചെയ്യാൻ നെഹ്റു പരമാവധി ശ്രമിച്ചു. വിഭജനത്തിന് മുമ്പുള്ള സ്വത്തുക്കളുടെ വിഭജനം, അഭയാർത്ഥികൾക്ക് നഷ്ടപരിഹാരം, സിന്ധു നദീതട ജലത്തിന്റെ വിഭജനം എന്നിവയിൽ വലിയ ഔദാര്യം കാണിച്ചു. 1953 അദ്ദേഹം പാകിസ്ഥാൻ സന്ദർശിച്ചു. വിഭജന ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ട് ഇന്ത്യ പാകിസ്ഥാന് നൽകാനുണ്ടായിരുന്ന ഒരു വലിയ തുക പാകിസ്ഥാൻ കാശ്മീർ ആക്രമിച്ച സമയത്ത് ഇന്ത്യൻ സർക്കാർ അത് കൊടുത്തില്ല. ഗാന്ധിജി അത് മനസ്സിലാക്കി. അത് യുദ്ധാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി തൽക്കാലം തടഞ്ഞു വെക്കുക മാത്രമാണ് ചെയ്തതെന്ന് നെഹ്റുവും പട്ടേലും പറഞ്ഞു. ഈ എതിർപ്പുകളെ തള്ളി പറഞ്ഞുകൊണ്ട് ഉടൻ തന്നെ അത് പാകിസ്ഥാനിലേക്ക് ഗാന്ധിജി അയച്ചു. അതേസമയം കാശ്മീരിൻ്റെ ഇന്ത്യൻ സായുധ പ്രതിരോധത്തെ ഗാന്ധിജി പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുകയും ചെയ്തു. ഇനി നമുക്ക് ചൈനയുമായുള്ള ബന്ധമാണ് നോക്കാനുള്ളത്. ചൈനയോട് സൗഹൃദ നയമാണ് ഇന്ത്യ ആദ്യം മുതൽ സ്വീകരിച്ചിരുന്നത്. സാമ്രാജ്യത്തിനെതിരായ ചൈനയുടെ പോരാട്ടത്തോട് കോൺഗ്രസ് അനുഭാവം പുലർത്തുകയും 30കളിൽ ചൈനയിലേക്ക് ഒരു മെഡിക്കൽ ദൗത്യം അയക്കുകയും ചൈനയിലെ ജാപ്പനീസ് അധിനിവേശത്തിനെതിരെ പ്രതിഷേധിച്ച് ജാപ്പനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. 1950 ജനുവരി 1 ഇന്ത്യയാണ് പുതിയ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയെ ആദ്യമായിട്ട് അംഗീകരിച്ചത്. കൊളോണിയൽ ശക്തികളുടെ കൈകളാൽ കഷ്ടപ്പെടുന്നതും ദാരിദ്ര്യവും അവികസിതവുമായ പൊതുവായ പ്രശ്നങ്ങളും അനുഭവിച്ച ഇരു രാജ്യങ്ങളും ഏഷ്യക്ക് നൽകാൻ കൈകോർക്കുമെന്ന് നെഹ്റുവിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. UN സെക്യൂരിറ്റി കൗൺസിലിൽ കമ്മ്യൂണിസ്റ്റ് ചൈനയെ പ്രതിനിധീകരിക്കാൻ നെഹ്റു സമ്മർദ്ദം ചെലുത്തി. കൊറിയൻ യുദ്ധത്തിൽ US നിലപാടിനെ പിന്തുണച്ചിരുന്നില്ല.
കൊറിയയിൽ ഒരു ഒത്തുതീർപ്പ് കൊണ്ടുവരാൻ പരമാവധി ശ്രമിച്ചു. 1950 ചൈന ടിബറ്റ് പിടിച്ചടക്കിയപ്പോൾ ഇന്ത്യയെ വിശ്വാസത്തിലെടുക്കാത്തതുകൊണ്ട് ഇന്ത്യ അസന്തുഷ്ടനായിരുന്നു. എന്നാൽ ചൈനയുടെ ചരിത്രത്തിൽ പലപ്പോഴായി ടിബറ്റിനെ ചൈന കീഴടക്കിയതുകൊണ്ട് ടിബറ്റിൻ്റെ മേലുള്ള ചൈനയുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്തില്ല. 1954 ഇന്ത്യയും ചൈനയും ടിബറ്റിന് മേലുള്ള ചൈനയുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്ന ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങളും തങ്ങളുടെ പരസ്പര ബന്ധത്തിലെ പഞ്ചശീല തത്വങ്ങളാൽ ഭരിക്കപ്പെടാൻ സമ്മതിച്ചു. അതിർത്തി നിർവചിക്കുന്നതിലെ വ്യത്യാസങ്ങൾ ഈ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ പഴയ കുമിന്താങ് ഭൂപടങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലെന്നും അവ പിന്നീട് പരിഹരിക്കാമെന്നും ചൈന വാദിച്ചു. ബന്ധങ്ങൾ അടുത്തു തന്നെ തുടർന്നു. ബന്ധുങ് കോൺഫറൻസിൽ ചൈനയെയും ചൗ എൻലായിയെയും പ്രൊജക്റ്റ് ചെയ്യാൻ നെഹ്റു വളരെയധികം ശ്രമിച്ചു. എന്നിരുന്നാലും 1959 ടിബറ്റിൽ ഒരു വലിയ കലാപമുണ്ടാകുകയും ആയിരക്കണക്കിന് അഭയാർത്ഥികളോടൊപ്പം ദലൈലാമ ടിബറ്റിൽ നിന്ന് പലായനം ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന് ഇന്ത്യയിൽ അഭയം നൽകിയെങ്കിലും ഒരു പ്രവാസ സർക്കാർ രൂപീകരിക്കാൻ അനുവദിച്ചില്ല. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചു. എന്നിരുന്നാലും ചൈനക്കാർ അസന്തുഷ്ടരായിരുന്നു. താമസിയാതെ 1959 ഒക്ടോബറിൽ ലഡാക്കിലെ ഗോങ്ക ചുരത്തിന് സമീപം ഒരു ഇന്ത്യൻ പട്രോളിങ്ങിന് നേരെ ചൈനക്കാർ വെടിയുതിർക്കുകയും 5 ഇന്ത്യൻ പോലീസുകാരെ കൊല്ലുകയും 1 ഡസൻ പേരെ പിടികൂടുകയും ചെയ്തു. 1960 ഏപ്രിലിൽ ചൗ എൻലായിയെ ഡൽഹിയിലേക്ക് ചർച്ചയ്ക്കായി ക്ഷണിച്ചു. എന്നാൽ കാര്യമായ പുരോഗതി കൈവരിക്കാനായില്ല. വിശദാംശങ്ങൾ ആദ്യം അടുക്കാൻ ഉദ്യോഗസ്ഥരെ അനുവദിക്കാൻ തീരുമാനിച്ചു. 1962 ചൈനീസ് അറ്റാക്കിനെ കുറിച്ച് നോക്കാം. 1962 സെപ്റ്റംബർ 8 ചൈനീസ് സൈന്യം തഗ്ല പർവ്വതത്തെ ആക്രമിക്കുകയും ഇന്ത്യൻ സൈനികരെ പുറത്താക്കുകയും ചെയ്തു. എന്നാൽ ഇതൊരു ചെറിയ സംഭവമായി കണക്കാക്കപ്പെട്ടു. ഒരു കോൺഫറൻസിനായിട്ട് ലണ്ടനിലേക്ക് പോയ നെഹ്റു നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഒക്ടോബർ 19 വീണ്ടും കൊളംബോയിലേക്ക് പോയി. ഒരാഴ്ചയ്ക്ക് ശേഷം ചൈനീസ് സൈന്യം വൻതോതിലുള്ള ആക്രമണം അഴിച്ചുവിടുകയും കിഴക്കൻ സെക്ടറിലെ നെഫ അല്ലെങ്കിൽ പിന്നീട് അരുണാചൽ പ്രദേശിലെ ഇന്ത്യൻ പോസ്റ്റുകൾ കീഴടക്കുകയും ചെയ്തു. നെഫയിലെ ഇന്ത്യൻ ആർമി കമാൻഡർ ഒരു ചെറുത്തുനിൽപ്പും കൂടാതെ ഓടിപ്പോയി. ചൈനയ്ക്ക് കടന്നു ചെല്ലാനുള്ള വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നു. പടിഞ്ഞാറൻ സെക്ടറിൽ ഒക്ടോബർ 20 ഗാൽവൻ താഴ്വരയിൽ 13 ഫോർവേഡ് പോസ്റ്റുകൾ ചൈനക്കാർ പിടിച്ചെടുത്തു. ചുഷൽ എയർ സ്ട്രിപ്പ് ഭീഷണിപ്പെടുത്തി. ചൈനയുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് രാജ്യത്ത് വലിയ പ്രതിഷേധവും പരിഭ്രാന്തിയും ഉയർന്നു. ചൈനക്കാർ സമതലത്തിലേക്ക് ഓടിക്കയറി. ആസാമും ഒരുപക്ഷെ മറ്റു ഭാഗങ്ങളും പിടിച്ചെടുക്കുമെന്ന് കരുതി നവംബർ 9 നെഹ്റു പ്രസിഡന്റ് കെന്നഡിക്ക് 2 കത്തുകൾ എഴുതി. സ്ഥിതിഗതികൾ ശരിക്കും നിരാശാജനകമാണെന്ന് വിവരിക്കുകയും വിശാലമായ സൈനിക സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ബ്രിട്ടന്റെ സഹായവും അദ്ദേഹം തേടി. 24 മണിക്കൂറിന് ശേഷം ചൈനക്കാർ ഏകപക്ഷീയമായ പിൻവലിക്കൽ പ്രഖ്യാപിച്ചു. പ്രവചനാതീതമായിട്ട് സംഭവിച്ച പോലെ ചൈനീസ് മഹാസർപ്പം ഇന്ത്യയുടെ കാഴ്ചയിൽ നിന്നും അപ്രത്യക്ഷമായി. ഹൃദയം തകർന്ന സുഹൃത്തിനെയും ആശയക്കുഴപ്പത്തിലായ ആളുകളെയും ഉപേക്ഷിച്ചു. ആത്മാഭിമാനത്തിനേറ്റ പ്രഹരത്തിൽ നിന്ന് കരകയറാൻ ഇന്ത്യ ഒരുപാട് സമയമെടുത്തു. ഒരുപക്ഷെ ചൈനയും അമേരിക്കയും പാകിസ്ഥാനെ പിന്തുണച്ച ബംഗ്ലാദേശ് യുദ്ധത്തിൽ പാകിസ്ഥാനെതിരായ വിജയം മാത്രമായിരിക്കാം ആത്മാഭിമാനം വീണ്ടെടുക്കാൻ സഹായിച്ചത്. ആ പ്രഹരത്തിൽ നിന്ന് നെഹ്റു ഒരിക്കലും കരകയറിയിരുന്നില്ല. 1964 മെയ് മാസത്തിൽ അദ്ദേഹം മരിച്ചു. മരണം വേഗത്തിലാക്കാൻ ഈ കാരണങ്ങളെല്ലാം കാരണമായി. തൻ്റെ മികച്ച കരിയറിൻ്റെ പരകോടിയിൽ അദ്ദേഹത്തിന് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു. തൻ്റെ ദീർഘകാല സഹകാരിയും പ്രതിരോധ മന്ത്രിയുമായിരുന്ന കൃഷ്ണമേനോനെ ബലിയർപ്പിക്കാൻ അദ്ദേഹം നിർബന്ധനായി. അദ്ദേഹം കരുതലോടെ വളർത്തിയെടുത്ത ഒരു നയമായിരുന്നു ചേരിചേരാ നയം. അദ്ദേഹത്തിൻ്റെ ചേരിചേരാ നയങ്ങളെ പടിഞ്ഞാറൻ രാജ്യങ്ങളും വലതുപക്ഷ ശക്തികളും ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഭൂപരിധി നിയമനിർമ്മാണം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഭരണഘടനാ ഭേദഗതി തടയാൻ അവർ ഈ ഒരു അവസരത്തെ ഉപയോഗിച്ചു. 3ാം പഞ്ചവത്സര പദ്ധതിയെ ഇത് മോശമായിട്ട് ബാധിച്ചു. പ്രതിരോധത്തിനായിട്ട് വിഭവങ്ങൾ വഴിതിരിച്ചു വിടേണ്ടി വന്നു. തുടർച്ചയായി 3 പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും 1963 ഓഗസ്റ്റിൽ നെഹ്റു തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ അവിശ്വാസ പ്രമേയത്തെ അഭിമുഖീകരിക്കുകയും ചെയ്തു. വിദേശ നയത്തിൽ
ചൈന ഘടകം വലിയ തോതിൽ ഉയർന്നതുകൊണ്ട് മറ്റു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെ ചൈനീസ് ആക്രമണം ശക്തമായിട്ട് ബാധിച്ചു. US-ഉം UK-യും പ്രതിസന്ധിയിൽ സഹായവുമായിട്ട് ക്രിയാത്മകമായിട്ട് പ്രതികരിച്ചിരുന്നു. അതിനാൽ അത് പിൻവാങ്ങിക്കഴിഞ്ഞാൽ അവരെ തോളിലേറ്റാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും പാകിസ്ഥാൻ പ്രേരണയോടെ ഇന്ത്യയുടെ ബലഹീനത ഉപയോഗിച്ച് കാശ്മീർ കീഴടക്കാൻ പരമാവധി ശ്രമിച്ചു. സൈനിക സഹായത്തിലൂടെ ചേരിചേരാ രാജ്യങ്ങൾ ഉപേക്ഷിച്ചതിന് പ്രത്യുപകാരമായിട്ട് വൻതോതിലുള്ള സഹായം അണ്ടർ റൈറ്റ് ചെയ്യാൻ ഈ രാജ്യങ്ങൾ തയ്യാറായിരുന്നില്ല. സൂചിപ്പിച്ച കണക്കുകൾ 60 മുതൽ 120 മില്യൺ ഡോളറിൻ്റെ പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ചൈനീസ് സൈനിക പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ ഹിമാലയത്തിലൊരു ആണവായുധം സ്ഥാപിക്കുക പോലും ചെയ്തു. നെഹ്റു ഇതിനെ സൂക്ഷ്മമായി നേരിടാൻ ശ്രമിച്ചു. സോവിയറ്റ് യൂണിയനുമായുള്ള സൈനിക ഉടമ്പടികളുമായി മുന്നോട്ട് പോയി. അവർ അമേരിക്കയേക്കാൾ ദീർഘകാലത്തേക്ക് ഇന്ത്യക്ക് ആവശ്യമുള്ളവർക്ക് നൽകാൻ തയ്യാറായിരുന്നു. ഇത് നിസ്സാരമായ സഹായത്തിന് അസാധ്യമായ വ്യവസ്ഥകൾ ഏർപ്പെടുത്തി. പാകിസ്ഥാൻ ചൈനയെ ഒതുക്കി. ഇന്ത്യ ശരിക്കും ദുർബലപ്പെട്ടുവെന്ന് കരുതി 1963 യുദ്ധം ആരംഭിച്ചു. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. ഈ ചാപ്റ്ററിൽ പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നമ്മുടെ ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് ഒരു ക്ലാസ് ഇതിൻ്റെ ബാക്കിൽ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.